ഇതാ ഇപ്പൊ വാഴ കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. ഹൗ ഇസ് ദ മൂവി? എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം. സിനിമ എനിക്ക് രണ്ട് ടൈപ്പ് ഓഫ് സിനിമയായിട്ടാണ് തോന്നിയുള്ളത്. ഒന്ന് അച്ഛന്മാരുടെ സിനിമയും ഒന്ന് ഉഴപ്പന്മാരായ മക്കളുടെ സിനിമ. ഇതില് എനിക്ക് ആ ടെയിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഓഫ് എ ബില്യൺ ബോയ്സ് അത് കറക്റ്റ് സംഭവം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പിത ഈ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും, എൻജോയ് ചെയ്ത് പോകും. ബിക്കോസ് റിലേറ്റ് ചെയ്യാൻ 90s കിഡ്സിന് എസ്പെഷ്യലി ഭയങ്കര നൊസ്റ്റു അറ്റ് ദ പീക്കാണ് ഈ സിനിമ. നൊസ്റ്റു അറ്റ് ദ പീക്ക് എന്ന് പറയുമ്പോ നമുക്ക് ഹിറ്റ് ചെയ്യും ചില സാധനങ്ങൾ. ഇങ്ങനെ അത്രയും കീഴിലെ 90s ബോയ്സിന് ഇത്രയും നൊസ്റ്റു അടുപ്പിച്ച സിനിമ എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ആഫ്റ്റർ രോമാഞ്ചം ഈ ഒരു സിനിമ വേറെ ലെവലിൽ ഇത് നൊസ്റ്റു അടുപ്പിച്ചു നമുക്ക് ഫസ്റ്റ് ഹാഫ്. കമ്മിങ് ടു ദ സെക്കൻഡ് ഹാഫ് ഇത്രയും ഇമോഷണൽ ഫേസിൽ സ്നേഹ പറഞ്ഞ പോലെ ടെയിൽ ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞ പോലെ എടാ ഇത് എല്ലാ ആമക്കളുടെയും ഒരു മെജോറിറ്റി, ഞാൻ എല്ലാം എന്ന് പറയാൻ പാടില്ല, അപ്പം എല്ലാം കൂടി പോവും, മെജോറിറ്റി ആമക്കളുടെയും അച്ഛന്മാരുടെയും അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ജോലി, ഒരു 10-26 വയസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന കൈൻഡ് ഓഫ് സ്ട്രെസ്, മോനെ സൊസൈറ്റി. സക്സസ് ആയ മക്കളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു സക്സസ് ആവാത്ത ഒരുപാട് ആളുകൾ, സക്സസ് ആയവരുടെ പ്രശ്നമുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത അവിടെയാണ്. ഈ സിനിമ ഞാൻ പറയട്ടെ, ഈ സിനിമ ആഫ്റ്റർ രോമാഞ്ചം, ആഫ്റ്റർ ദിസ് മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇതൊരു 100 കോടി ഇതൊരു 100 കോടി. ഇനി എന്റെ മനസ്സിൽ ഇത് 100 കോടിയാണ്. കാരണം ഇത് എല്ലാരായിട്ടും കണക്ട് ആവും, പാരന്റ്സിനായിട്ട് കണക്ട് ആവും, കുട്ടികളായിട്ട് കണക്ട് ആവും, ആരായിട്ടും ഈ സാധനം കണക്ട് ആവും. അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ഇത് വോയിസ് പാരന്റ്സിനെ കൊണ്ടുവരുന്നത് ഏറ്റവും ബെറ്റർ ഈ സിനിമ കാണിച്ചു കൊടുക്കുന്നത്. ലൈക്ക് അതെന്താ അറിയോ, നമ്മള് എപ്പോഴും ഈ സിനിമയിലെ ഏറ്റവും വലിയ ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്താ അറിയോ, ഇതിന്റെ സക്സസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ സ്കോപ്പ് ഇവർ പറഞ്ഞിട്ടില്ല. ഈ കഥയിലെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരാൻ സക്സസ് എന്ന് പറഞ്ഞ സാധനം സ്ട്രെസ് ചെയ്ത് പറയാം, രക്ഷപ്പെട്ടു, ജയിച്ചു എന്നുള്ളത് പറയാം. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. സ്റ്റിൽ കണ്ടിന്യൂസ്, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ. അതായത് ഫെയിലിയർ കണ്ടിന്യൂസ് ആണ് ഇവിടെ. ശരിക്കും റിയാലിറ്റി അതല്ലേ, തോൽവി മുന്നോട്ട് പോകുന്നതാണ്. സക്സസ് എന്ന് പറയുന്ന സാധനം റയറാണ്. നമ്മളെല്ലാവരുടെ ജീവിതത്തിലും സക്സസ് കണ്ട് നമ്മൾ എവിടെ ഒരു പീക്ക് പോയിന്റിൽ എത്തിയിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലും നല്ലതും ചീത്തതൊക്കെ ഉണ്ട്, കൂടുതലും ഫെയിലിയേഴ്സ് ആണ് ഉള്ളത്. ഈവൻ സക്സസിൽ നിൽക്കുന്നവർക്ക് വരെ ഫെയിൽ ആവുന്ന ഒരു പാർട്ട് ഉണ്ട് ലൈഫിൽ. അതും ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മളെപ്പോഴും സക്സസിൽ നിൽക്കുന്ന ആൾക്കാരെ പറയാമോ അവരൊക്കെ രക്ഷപ്പെട്ടെന്നുള്ളത്. പക്ഷെ വേറെ ചിലപ്പോൾ വേറെ സൈഡിൽ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് പോകുന്നുണ്ടാവും. ഡയറക്ടർ ആനന്ദ് മേനോൻ ബ്രില്യന്റ്, ഒരു രക്ഷയില്ല അല്ലേ. ആ രണ്ട് തലത്തിൽ, രണ്ട് തലത്തിൽ, ഇമോഷന്റെ 2 തലത്തിൽ കൊണ്ടുപോയി വെച്ചതുണ്ടല്ലോ. ഹാറ്റ്സ് ഓഫ് മാൻ. അത് ഭയങ്കരം. കൂടുതൽ കോമഡി പറഞ്ഞാൽ നമ്മളെ മൈൻഡിലാ കൊണ്ട് സമയത്ത് പെട്ടെന്ന് ഇമോഷണലി അതാണ് ആ ഡയറക്ടറുടെ കഴിവ്. അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ചിരിച്ചിട്ട് ശ്വാസം കിട്ടാതെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾക്കാരെ സെക്കൻഡ് ഹാഫിൽ കരയിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു നെയിൽഡ് ഇറ്റ്. ഒരു രക്ഷയില്ല. അന്യായ സാധനം ഉണ്ടോ ഡയറക്ടറിന്റെ ഓരോ ഈവൻ ആ ഷോട്ടുകളാണെങ്കിലും കട്ടുകളാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ എഡിറ്റർ ടീമിനൊക്കെ വേറെ ലെവൽ BGM ചില സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോളേജിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഡയറക്ടറിന് ചിലപ്പോ ഒരു ജീവിതത്തില് എല്ലാരും എനിക്ക് തോന്നുന്നൊരു 95% സൊസൈറ്റിയില്. പിന്നെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ചിരിച്ച് മണ്ണ് പറയണം. ഞങ്ങൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ചിരിച്ചതിനേക്കാളും കൂടുതൽ സായി എന്ന് പൊട്ടിച്ചിരിക്കുന്നു. എങ്ങനെ ചിരിക്കാതിരിക്കും? ഫസ്റ്റ് ഹാഫ് ഫുള്ള് എനിക്ക് അത്ര വലിയ ചിരിയല്ല സത്യം പറഞ്ഞാൽ. നമ്മളങ്ങനെ ചിരിച്ചാൽ ഇവനാണ് കൂടുതൽ ഇതൊക്കെ ഞാൻ ചിരിക്കാത്തത് അതന്നെയായിരുന്നു. കാരണം ഞാൻ വെച്ചാൽ ഇതൊക്കെ ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായതാണല്ലോ എന്ന് വെച്ചിട്ടാണ് എനിക്ക് ചിരി വരാതെ. എനിക്ക് ഓരോ സാധനം കാണുമ്പോഴും ഞാൻ കൂടുതൽ ഇരിക്കാത്തത് ഇതന്നെയാണല്ലോ പിന്നെ അവസ്ഥ. ഇവിടെ 1-2 സാധനങ്ങളുണ്ട്. മറ്റേ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുന്നൊക്കെ ഉണ്ട്. മറ്റേ മൂടെ ഓർമ്മയില്ലേ സാധനം അച്ഛന്റെ മുന്നിൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ കൊറേ സിപ്പപ്പ് അറ്റ് ദ പീക്കാണ് ഫസ്റ്റ് ഹാഫ്. എന്റെ മോനെ വേറെ ലെവല് സാധനം. റൈറ്റർ വിപിൻ ദാസ്
ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ സാധനം എഴുതി. അതായത് ഇതിന് കുറെ മറ്റേ ബ്രില്യൻ സാധനം വേണ്ട, അതായത് റിയാലിറ്റി അങ്ങനെ എടുത്തു കൊടുത്തിട്ട് തുടച്ച് പഠിച്ച് എഴുതി കറക്റ്റ് ആയിട്ടാണ് വെച്ച് പോയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ജയ 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 ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോ വേറെ ലെവൽ സ്ക്രിപ്റ്റ്. ഇനി നടന്മാരെ കുറിച്ചിട്ട് നടന്മാര് ജോമോൻ ഒരു രക്ഷയില്ല, ജോമോൻ വേറെ ലെവല്. പിന്നെ നമ്മളെ സഫ് നമ്മളെയൊക്കെ സഫാൻ ഒരു പഠിപ്പിസ്റ്റാണ്. സഫാൻ പഠിപ്പിസ്റ്റായിട്ട് ജീവിക്കുകയാണ്. സംഗതി ഉൾട്ടാണെങ്കിൽ ജീവിക്കുകയാണ് ഉണ്ടായത്. സാഫിന്റെ അനിയൻ അമിത് മോഹൻ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷ. അമിത് മോഹനും നമ്മുടെ കോട്ടയം നസീറും കൂടെയുള്ള കോംബോ. നോബി ഈസ് ലൈക്ക് ഒരു കൂൾ ഫാദർ, കൂട്ടത്തില് അങ്ങനെ ഒരു അച്ഛൻ. എനിക്ക് മറ്റേ ഇതാണ് ഓർമ്മ വന്നത്, പ്രേമത്തിലെ രഞ്ജി മണിക്കര്. അല്ല, എല്ലാ കൂട്ടത്തിലും അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാവില്ല, അങ്ങനെ ഒരു അച്ഛൻ പല സ്ഥലത്തുണ്ടാവും. അവരും അങ്ങനെ തന്നെ വന്നതായതുകൊണ്ട് മക്കളെ അതേപോലെ മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മക്കളെ. അത് നോബി അങ്ങനെ ഒരു ഇത്. കോട്ടയം നസീർ ഒരു ഭയങ്കര റൂഡ് അങ്ങനത്തെ ഒരു സാധനം. ലൈക്ക് അത് ഈ അമിത് മോഹന്റെ ക്യാരക്ടറും കൂടി മിക്സ് ആവുമ്പോ അവർ രണ്ടാളെ കോംബോ. ഞാൻ മനസ്സിലാക്കണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഉറപ്പായ മക്കളും ഉണ്ടാവും. അപ്പൊ അച്ഛന്മാർക്ക് അവരതേപോലെ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് അയാൾ നന്നായി പെർഫോം ചെയ്തു, ഭയങ്കരമായിട്ട്. പിന്നെ സിജു സണ്ണിയും നമ്മുടെ അസീസും അതും അതേ പറഞ്ഞ പോലെ തന്നെ. അതായത് കോമഡി ഒന്നല്ല, അയാള് ചിരിക്കൊന്നുമില്ല. അയാള് പറയുന്ന സംഭവം നമുക്ക് കോമഡി ആയി തോന്നും. ഇപ്പൊ ഇത് ചെയ്യുമ്പോഴല്ലേ ഏത് എന്താ ഞാൻ പറയുമ്പോ മലയാള സിനിമയിൽ കുറെ നടന്മാരെ സ്പേസ് ഉണ്ട്. കുറെ പേരൊക്കെ അറിയാലോ, കുറെ ആയിട്ട് നമുക്ക് കുറെ നടന്മാരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ ആൾക്കാര് അഭിനയത്തിൽ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ആ സ്പേസിക്കൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ അസീസ് ആണെങ്കിലും നോബി ചേട്ടനാണെങ്കിലും കുറെ പേർക്ക്, കോട്ടയം നസീർ ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ മിമിക്രി കളിച്ച് വന്ന ആൾക്കാര് ഇത്രയും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം. ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യണ പോലെ നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കിട്ടുമ്പോഴാണ് അവർക്ക്. പിന്നെ ഹാഷിർ, അല്ല നമ്മള് ഹാഷിർ എന്താണോ ഹാഷിറെ അതന്നെയായിരുന്നു സിനിമയിലും. ഹാഷിറിന് നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേസിൽ വന്നിട്ട് ഇവരെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരാള്, മൊത്തം വാഴകളുടെ കൂട്ടത്തിൽ കൊലച്ചൊരു വാഴ. പക്ഷെ എന്താ പറയാ, സത്യം പറയാ, ടു ബി എ വാഴ, ലൈക്ക് ടു ബിക്കം എ വാഴ, നിങ്ങളൊരു വാഴയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഐ എം എ വാഴ. അല്ല, വാഴയ്ക്ക് വാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള വാഴയാണ്. അതെ, ബട്ട് സ്റ്റിൽ വാഴ. എനിക്ക് മനസ്സിലായത് ഈ വാഴ എന്നുള്ള പേര് മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ തെങ്ങിനെ വെച്ച് കണക്ട് ചെയ്തു. ചുമ്മാടി വാഴ അതേപോലെ തന്നെ ഫലങ്ങൾ തരും. പണ്ട് മുതലേ പോകുന്ന സംഭവമാണല്ലോ വാഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ സിനിമയ്ക്ക് വരാം. നിങ്ങൾ ഈ വാഴ എന്ന് പറയുമ്പോ മറ്റേ വാഴ വെച്ച പരിപാടി, അതായത് നിങ്ങളെ മനസ്സിൽ തോന്നിയ പരിപാടി തന്നെ. ലൈക്ക് നമ്മളെന്താണ് ഒരാളെ വാഴ എന്ന് പറയാൻ കാരണം, ഒന്നിനും പറ്റാത്തവൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ, ആ ഒരു മൈൻഡിലേക്കാണ് വാഴ എന്ന് പറയുന്നത്. ബട്ട് ഹോണസ്റ്റ്ലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു സൈഡിൽ നമ്മൾ ഒന്നും ചെയ്യാതെ ഒന്നും പറ്റും. നമ്മൾ പക്ഷെ എഫേർട്ട് ഇട്ടുണ്ടാവും, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. അത് നമ്മളെ പ്രശ്നമല്ല. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഫെയിലിയർ ആയി പോവാണ്. ആ ഫെയിലിയർ ആയതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും വാഴയാക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ആക്കിക്കോ, ഈ പറയുന്നവരെന്താവും അതിലും വലിയ വാഴയായിരിക്കും. അപ്പം ഇത് ഒരു സ്കൂളിൽ ആദ്യം തന്നെ എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിന്ന് തുടങ്ങുകയാണ്. ലൈക്ക് ഒരു 90s സാധനം തുടങ്ങി. അതിന്ന് തുടങ്ങിയിട്ട് ഇവർ ഗ്രോ ചെയ്യുമ്പോൾ ഇവരെ കൂട്ടത്തിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വലുതാവുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വലുതാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സെയിം റീസൺ ആണ്. നമ്മളൊക്കെ പോലെ തന്നെ നിർബന്ധിച്ച് പഠിപ്പിച്ചതായിരിക്കാം, പഠിക്കാൻ വയ്യാതെ പഠിക്കുന്നതായിരിക്കാം. അല്ല, ഇത് തന്നെ പഠിക്കാൻ വയ്യ അപ്പൊ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരെ കണ്ണും കണ്ടുകൂടാ. അത് മാത്രല്ല വേറെ രസമുണ്ട്, എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള സാധനം കൂട്ടത്തിലെ പഠിപ്പി നമ്മളെ വില്ലൻ ഇവരെ തീർക്കണം. ആ സാധനം എടാ ഇതൊക്കെ പക്ക നോസ്റ്റു അല്ലേ, പക്ക നോസ്റ്റു. ബാക്ക് ബെഞ്ച്, മിഡിൽ ബെഞ്ച്, ഫ്രണ്ട് ബെഞ്ച്, സാധനം സെറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് ആ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ഗ്രോ ചെയ്ത് സ്കൂളിൽ നിന്ന് തുടങ്ങി സിപ്പപ്പും സ്കൂളും ടീച്ചറെ മറ്റേ മണിയടിക്കലുമായിട്ട് അങ്ങനെ പോയി അവിടുന്ന് അത് കോളേജിലേക്ക് എത്തി. കോളേജിലെത്തിയപ്പോൾ സത്യത്തിൽ ഇവർക്ക് ആ കോളേജ് സാധനങ്ങൾ ഒന്നും കൂടി ഒന്ന്
നിക്കൂലേ പക്ഷെ അത് രസമായിരുന്നു കേട്ടോ. പക്ഷെ കോളേജ് ഇങ്ങനെയുള്ള കുറച്ച് മക്കളെ ഇമോഷൻസും ഫാദേഴ്സിന്റെ അല്ല അതാണ് കാണിക്കാൻ ആ ഡയറക്ടർ ബ്രില്യൻസ് അവിടെ. അതായത് നമ്മളെ അനാവശ്യകാരി ഇതിപ്പോ ലൈക്ക് ടൈം കൂടും, പക്ഷെ അയാളെ ബ്രില്യൻസ് അവിടെ അതൊക്കെ ഒരു പൊടിക്ക് മാത്രം കാണിച്ച് നമ്മളെ ചിരിപ്പിച്ച് പീക്ക് കൊണ്ടുപോയിട്ട് വരും. എന്ത് ചെയ്ത് നമ്മളെ പിടിച്ച് താഴെ. എനിക്ക് തോന്നുന്നത് ഇതെന്താ പറയാ, ഇത് ഇങ്ങനെ ഒരു ഗുണം കൂടെ ഞാൻ അതുകൊണ്ട് കണ്ടത്, ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടും. കാരണം നമ്മൾ എന്തൊക്കെ ഫണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആരും ചിന്തിക്കൂല. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചിന്തിക്കും, നമ്മളെ പാരന്റ്സ് ചിന്തിക്കില്ല. എനിക്ക് സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എനിക്ക് ശരിക്കും ഹിറ്റായി. ഞാൻ ഭാഗ്യത്തിന് ബിഗ് ബോസ് പോയി അച്ഛനോട് പറഞ്ഞ് തീർത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലാന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞു, നല്ല മുറട്ടടിച്ച് കരഞ്ഞു ഞാൻ ആ ബിഗ് ബോസ് കൊണ്ട് അച്ഛനെ കിട്ടിയോണ്ട് സമാധാനം. എനിക്ക് അതുപോലെ പെർഫോമൻസ് കണ്ടപ്പോ കൂടുതൽ എനിക്ക് എന്റെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആ സിനിമ കണ്ടപ്പോ. പിന്നെ അതേപോലെ ഇനിയിപ്പോ ആ ബേസിലെ കഥാപാത്രം കാണിക്കണ്ടേ, ഇനി നമ്മള് വരുന്ന ഭാവി ജനറേഷനും അങ്ങനെ തന്നെ അതറിയോ. നമ്മളൊക്കെ ഇതേ സെയിം ആ ഒരു ടൈം ടേബിൾ പീരീഡ് നമ്മൾ എന്ത് ആ ലൂപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. അതിൽ പറയാതെ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. എന്റെ അച്ഛൻ മരിച്ച ജോലി എനിക്ക് കിട്ടി, അടുത്തത് ഞാൻ മരിക്കുമ്പോ എനക്ക് കിട്ടും. ഞാൻ ഗൾഫ് പോയി വീട് വെച്ചു, ഇന്റെ ഉപ്പ അതേമാതിരി ഗൾഫ് പോയി വീട് വെച്ചു, അത് വിറ്റിട്ട് ഇന്നെ പറഞ്ഞയച്ചു. അതിന്റെ ആ ലൂപ്പ് ഉണ്ടല്ലോ, ഗൾഫുകാരന്റെ മകൻ ഗൾഫിലേക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകൻ സർക്കാർ ഉദ്യോഗസ്ഥയിലേക്ക്, ഈ സംഗതി ആ ലൂപ്പ്. പിന്നെ 26, 27, 25 വയസ്സിൽ അനുഭവിക്കുന്ന ടെൻഷനെ കുറിച്ചിട്ട് ഈ സൊസൈറ്റിയിൽ നമ്മൾ അൺഎംപ്ലോയ്മെന്റ് സംഗതി, അതൊരു ഈ അൺഎംപ്ലോയ്മെന്റ് വരാൻ കാരണമുണ്ട്. സപ്ലൈ അടിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ലൈക്ക് നമ്മളെ തലേക്ക് സൊസൈറ്റി ഇട്ടിരുന്ന പ്രഷർ, നമ്മളെ കൂട്ടക്കാര് കുടുംബക്കാര് നമ്മളെ നാട്ടുകാരിൽ എല്ലാരും പറയുന്നില്ല, പര ചെറ്റകൾ കുറെ നാറികളുണ്ട്. ഞാൻ അനുഭവിച്ചതാണ്. ഇന്നെന്റെ വീട്ടുകാർ പൈസയും കൊടുത്ത് BDS വിട്ടതിന് ശേഷം ഇന്റെ കൂട്ടക്കാരും കുടുംബക്കാരും വീട്ടുകാരുമായിട്ടുള്ള കുറെ തെണ്ടികൾ ഇന്നെ എടുത്തിട്ട് വലിച്ചു ഊക്കി ഇന്റെ കൈക്ക് ഞാൻ പറയും ഇന്റെ കൈക്ക് 500 നോട്ട് തിരികെ വെച്ചോ വരെ എന്റെ കുടുംബത്തിൽ. ഞാൻ പറയും പറയണം അങ്ങനെ എന്റെ കൈക്ക് വെച്ചിട്ട് ഇന്റെ മുഖത്ത് നോക്കിയിട്ട് പോയി മുട്ടായി മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ കുറെ കുടുംബക്കാരുണ്ട് എനിക്ക്. ഞാൻ ഇന്നൊക്കെ ഓരോ മുന്നിൽ എന്താ പറയാ, ഞാൻ വാഴയുടെ ഞാൻ കൊലച്ച വാഴയാണ് ഇപ്പൊ. നമ്മളെങ്ങനെ അറിയോ സക്സസ് ആയി, നമ്മളൊക്കെ സക്സസ് ആവും. എപ്പ എനിക്ക് നമുക്കൊക്കെ ഒരു ടൈം വരും, നമ്മൾ വാഴകൾക്കൊക്കെ ടൈം വരും, സക്സസ് ആവാനുള്ള ടൈം വരും. അത് 25, 26 ഒന്നുമില്ല, ചിലപ്പോ 30, 35 ഒക്കെ ആവും, പക്ഷെ നമ്മൾ സക്സസ് ആവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, സക്സസ് ആവും. നമ്മൾ സക്സസ് ആവും. അതിപ്പോ പഠിച്ച ഫീൽഡോട് തന്നെ സക്സസ് ആവണമെന്നില്ല. നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള പണി ചെയ്യുക, നമുക്ക് എവിടെയാണോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക, നമ്മൾ സക്സസ് ആവും. ആ സക്സസ് എന്നുള്ള സാധനം വരും, അത് ഉറപ്പാണ്. ആ സക്സസ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ സക്സസ് വരാന്നുള്ള സക്സസ് വെറുതെ അല്ല, നമ്മൾ അതിന് ട്രൈ ചെയ്തോണ്ടിരുന്നാലേ വരുള്ളൂ. ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാരും ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ സൊസൈറ്റിയിൽ ട്രൈ ചെയ്യാത്ത ആരുമില്ല. എല്ലാരും ലൈഫിന്റെ ഓരോ സ്റ്റേജിൽ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ മടുത്തിട്ട് ഇട്ടിട്ട് പോവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ പറഞ്ഞിരുന്നത് നമുക്ക് എന്താ അറിയോ, എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഫെയിലിയേഴ്സ് വന്നാലും ആ ഗ്യാങ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ അതിനകത്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ചുറ്റുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് സക്സസ് ആവും. പിന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടേ വെരി ഗുഡ്. അമ്മമാരെ കുറിച്ച് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, കാരണം ഈ അമ്മമാരെ കുറിച്ചും ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇന്ന നാട്ടുകാർ ഇനി പഞ്ഞിക്കിടും, ഇട്ടാലേക്ക് കുഴപ്പമില്ല. എല്ലാ സിനിമ അമ്മമാരെ സൈഡ് പറയാറുണ്ട്, എല്ലാ സിനിമയും ഈ പെൺകുട്ടികളുടെ സൈഡ് പറയാറുണ്ട്. നമ്മൾ ആണുങ്ങളെ സൈഡ് പറഞ്ഞൊരു സിനിമ കുറെ സിനിമകളുണ്ട്. ഇത് ഞങ്ങൾ ആണുങ്ങളെ കുറിച്ച് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു അധികം വരാത്ത സംഭവങ്ങളാണ്. അതെ, അതാണ് അച്ഛനും മക്കളും മാത്രല്ല ശ്രീനിവാസന്റെ മോനും പിന്നെ ഇങ്ങനത്തെ വന്നിട്ടില്ല. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ പറയാ, അത് ഞാൻ പറയുന്നത് വലിയ കാര്യമായിട്ട് പറഞ്ഞ, പക്ഷെ അത് തൊടാതിരുന്നത് നന്നായി. ചിലപ്പോൾ തുടരണമെന്നുണ്ടെങ്കിൽ മറ്റേ ആ പെൺകുട്ടീന്റെ ഒരു ടോം ബോയ് സാധനം പറഞ്ഞുകൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ ലൈഫ് അവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അവിടെ ഒരു ബോയ് സാധനം കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സാധനം ഉണ്ട്, ഒരു സാധനം സിജു അല്ലേ, സിജുവിന്റെ റോളായത്. സിജു അടിക്കുന്ന ഒരു സാധനം ഉണ്ട്, ആ സാധനം ഭയങ്കര സ്ട്രൈക്കിംഗ് സാധനമാണ് അല്ലേ. എനിക്കത് ഭയങ്കര ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ച സീനൊക്കെ ഭയങ്കര സ്ട്രൈക്കിംഗ് സാധനം. അതിനകത്തും റിഫ്ലക്ട് ചെയ്യുന്നത് എന്താ, അതായത് നമ്മൾ ഈ ആണുങ്ങളുടെ ഒരു സാധനം ഉണ്ട്, ആണുങ്ങൾ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ആ സാധനം എനിക്ക് നല്ല ഇഷ്ടമായി സിനിമ. ഞാൻ ഫസ്റ്റ് ഹാഫ് ചിരിച്ചു ചത്തു, സെക്കൻഡ് ഹാഫ് സ്ട്രൈക്ക് ചെയ്തു. ചോദിക്കാനും പറയാൻ ആളുണ്ട് ആണുങ്ങൾക്ക് ഈ നാട്ടില്, ചോദിക്കാനും പറയാൻ ആളുണ്ട്.
നമുക്കൊന്നും ചോദിക്കാൻ ആരും എന്തായാലും എല്ലാ മക്കൾക്കും നിങ്ങൾക്ക് ചോദിക്കാനും ഞങ്ങൾ ആണുങ്ങളുണ്ട്, അല്ല പെണ്ണുങ്ങൾക്ക് ചോദിക്കാനും ഞങ്ങൾ ആണുങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ ആണുങ്ങൾക്ക് ചോദിക്കാൻ ഒരു പട്ടിയില്ല. ഞങ്ങളാണെങ്കിൽ ചോദിക്കാൻ പെണ്ണുങ്ങളില്ല. നിങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളോട് പറയും. വേണ്ടേ വീണ്ടും വിഷയം മാറുന്നുണ്ട്. അപ്പൊ എല്ലാരും വാഴ പോയി കാണുക. വാഴ ഈസ് ലൈക്ക് എന്നെ പോലുള്ളവർക്ക് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നൊസ്റ്റു, നമ്മളെ പഴയ ഫീലിങ്സ്, നമുക്ക് ഇപ്പോഴുള്ള ഫീലിംഗ് മൊത്തത്തിൽ നമുക്ക് എന്താ, എനിക്ക് ഈ സിനിമയുടെ 100 കോടിയാണ്. സോറി, ഇനിയിപ്പോ ഒന്നും നടന്നില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ പോയി ഒരു വാഴ ഇടും. പിന്നെ ഒരു കാര്യം പറയണ്ട, തിയേറ്ററിൽ എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു, അവരെല്ലാ സീനിലും കയ്യടി ചെയ്യുന്നു. കാരണം അവർക്ക് കുറെ കണക്ട് ആവുന്നുണ്ട് കുറെ ഡയലോഗ്സ്. കാരണം ആ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛന്മാരുടെ ഡയലോഗ് ആണെങ്കിലും മക്കള് പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ആണെങ്കിലും അവർ കണക്ട് ചെയ്ത് നല്ല കയ്യടിയായിരുന്നു. അത് ഇപ്പോഴത്തെ ജനറേഷനിലാണ് കൂടുതലുണ്ടായത്. എന്താണെങ്കിലും എനിക്കല്ല എന്താ പറയാ, ഇത് കൂടുതൽ ഇപ്പത്തല്ല, നമ്മൾ 90s ആണ്, ഒരു 90s ആൻഡ് ലൈക്ക് ഇപ്പത്തെ ജനറേഷനും 90s തമ്മിൽ വലിയ മാറ്റൊന്നും ഇല്ല. ഈ 2K എന്ന് പറഞ്ഞാലും ഈ 90s മക്കളൊക്കെ തന്നെ ആവില്ല 2K തിരിഞ്ഞ് നടക്കുന്നത്. രണ്ട് സിനിമയും പെർഫെക്റ്റ് ഓക്കെയാണ്, വന്ന ടീസറും ഓക്കെയാണ്. വി ആർ ഹാപ്പി, ഇനി ഫുഡ് അടിക്കാൻ പോട്ടെ, ഓക്കെ ബൈ. എല്ലാരും വാഴ കണ്ടോ, വാഴ കിടിലൻ സാധനം, ഒരു രക്ഷയില്ല. ഇപ്പൊ ബുക്ക് ചെയ്ത ടിക്കറ്റ് സെക്കൻഡ് ഹാഫ് എന്താ അത് പറയണം. സെക്കൻഡ് ഹാഫിലെ ഇമോഷണൽ സാധനങ്ങളില് ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന ഒരു അച്ഛൻ, മകൻ, പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ അച്ഛന്മാരുടെ ജീവിതം, മക്കളുടെ ജീവിതം പറയണത് ജഗദീഷൊക്കെ വേറെ ലെവൽ കിട്ടോ. അതായത് ഞാൻ പറഞ്ഞത് ഇതൊരു ഫെയിലിയർ ആയ ആളുകളുടെ ജീവിതത്തിലുള്ള ആ ഒരു ബാഡ് പാച്ച് മാത്രമല്ല പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ലൈഫിലെ ബാഡ് പാച്ചും എടുത്തു കാണിക്കുന്നത് ഭയങ്കരമാണത്. നല്ല കിടിലല്ലേ. സൂപ്പർ ആയിരുന്നു. കോട്ടയം നസീർ, അസീസ്, മക്കൾക്ക് കിടില്ല. അപ്പൊ എന്തായാലും വാഴ കൊലച്ച വാഴയാണിത് അല്ലേ. ഈ തൈ എല്ലാരും വീട്ടിൽ കൊണ്ടേക്കോ. അല്ല ഇന്നെ വിളിച്ചോ ഐ എം ഹാപ്പി ടു ബി എ വാഴ. ഒരുപാട് നല്ല പഴുത്ത പഴങ്ങൾ ഉണ്ടാവും. അല്ല ഐ എം ഹാപ്പി ടു ബി എ വാഴ. സക്സസ് വാഴയാണ്. അതെ ഞാൻ ഹാപ്പി ടു ബി എ വാഴ. സക്സസ് ഒന്നുമില്ല, ഞാൻ വാഴ. വിളിയടി ഐ എം പ്രൗഡ് ടു ബി എ വാഴ.